വെള്ളിയാഴ്ച ദിവസത്തെ വിദ്യാഭ്യാസത്തിനും പരീക്ഷയ്ക്കും അതിന്റെ സമയം ജുമാ നിസ്കാരത്തിന് തടസ്സമാകാതെ ക്രമീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അനാവശ്യമായിട്ടുള്ള ഒരു ഡിമാൻഡാണ്. കാരണം വിദ്യാഭ്യാസ സ്ഥാപനവും എക്സാമും നടത്തുന്ന സമയത്ത് അതിന് കൃത്യമായിട്ട് അതിൻ്റെതായിട്ടുള്ള ചിട്ടവട്ടങ്ങളുണ്ട്. അതിനനുസരിച്ചാണ് പോകേണ്ടത്. അവിടെ മതം ഒരു പരിഗണനയാവരുത്. കാരണം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സെക്യുലർ ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ്. അവിടെ മുസ്തഫ മുണ്ടുപാകയുടെ ന്യായം എന്ന് പറയുന്നത് മുസ്ലിം സമുദായം ഒരു കാര്യം പറഞ്ഞാൽ അത് വർഗീയതയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെല്ലാം ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ്. അല്ല, അങ്ങനെയല്ല. അത് അന്യായമാണ് എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ വെറുതെ അദ്ദേഹത്തിന്റെ അടുത്ത് പറയാം. ശ്രീകൃഷ്ണന്റെ അമ്പലത്തിൽ, മഹാവിഷ്ണുവിന്റെ അമ്പലത്തിൽ പോകുന്നത് വ്യാഴാഴ്ചയാണ്. അതുകൊണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ രാവിലെ തൊഴുതതിന് ശേഷം ഒരു 10:30 കഴിഞ്ഞതിന് ശേഷം മാത്രമേ വിദ്യാർത്ഥികൾക്ക്, ഹിന്ദുക്കൾക്ക് തിരുവനന്തപുരത്തുള്ള സ്കൂളുകളിൽ വരാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ? ഞാൻ പറഞ്ഞത് നമ്മുടെ നാട്ടിൽ അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാകും. പൊതുവായിട്ടുള്ള ചില കാര്യങ്ങൾക്ക് നമ്മളിപ്പോൾ ഇവിടെ ഭീമാപ്പള്ളി ഉറൂസ് ഉണ്ട്, അല്ലെങ്കിൽ ആറ്റുകാൽ പൊങ്കാലയുണ്ട്, അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ അവധി കൊടുക്കും. പക്ഷെ എന്ന് കരുതി എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ വിദ്യാഭ്യാസം എല്ലാം തന്നെ പുനഃക്രമീകരിക്കണം എന്ന് പറയുന്നത് ശരിയല്ല. അപ്പൊ അന്യായമായിട്ട് നിങ്ങൾ ആവശ്യപ്പെട്ടാൽ അതിനെ എതിർക്കും. റൊണാൾഡോ പോലെയുള്ള ഫുട്ബോൾ താരങ്ങളെ ഐഡലൈസ് ചെയ്യാൻ പോലും പാടില്ല, അല്ലേ? മെസ്സി, റൊണാൾഡോ പോലുള്ള ഫുട്ബോൾ താരങ്ങളെ ഐഡലൈസ് ചെയ്യരുത് എന്ന് പോലും നിങ്ങൾ ഇവിടുത്തെ ചെറുപ്പക്കാരോട് പറയുന്ന രീതിയിലത്തേക്ക് ഉള്ള മോശമായ ഉപദേശങ്ങൾ നൽകുന്ന രീതിയിലത്തേക്ക് നിങ്ങൾ അധപ്പതിച്ചാൽ, അയ്യോ അത് ന്യൂനപക്ഷ സമുദായമാണ്, അത് മുസ്ലിങ്ങളാണ് എന്ന് കരുതി നിങ്ങളെ പിന്തുണയ്ക്കാൻ പറ്റില്ല. ട്രഡീഷണൽ ആയിട്ട് ധരിക്കുന്ന വസ്ത്രം സ്ത്രീ ധരിച്ചെങ്കിൽ മാത്രമേ ജെൻഡർ ന്യൂട്രൽ ആവുകയുള്ളൂ എന്നുള്ള ഒരു തോന്നൽ എവിടെ നിന്ന് വന്നു? അതാണ് എന്റെ ചോദ്യം. നിങ്ങൾ യൂണിഫോമിന്റെ പാറ്റേൺ കൊടുക്കും, ആൾക്കാർക്ക് ഷർട്ടും പാന്റും ഇടണമെന്നുണ്ടെങ്കിൽ അതിരട്ടെ, ചുരിദാർ ഇടണമെങ്കിൽ അതിരട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. അതല്ലാതെ പുരുഷൻ യാഥാസ്ഥിതികമായിട്ട് ഇടുന്ന വസ്ത്രം സ്ത്രീ ധരിച്ചെങ്കിൽ മാത്രമേ അത് ജെൻഡർ ന്യൂട്രൽ ആവൂ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതിനെ ഞാൻ എതിർക്കും. അതല്ല ജെൻഡർ ന്യൂട്രൽ. എല്ലാ ലിംഗവും ലിംഗമായിട്ട് തന്നെ ഇരിക്കട്ടെ. സ്ത്രീ സ്ത്രീയായിട്ടും പുരുഷൻ പുരുഷനായിട്ടും മൂന്നാമതൊരു ലിംഗം ഉണ്ടെങ്കിൽ അതായിട്ടും ഇരിക്കട്ടെ. എല്ലാവരും ഒരേപോലെ ഇരിക്കണമെന്ന് നിങ്ങൾ വാശി പിടിക്കുന്നത് എന്തിനാണെന്നാണ് എന്റെ ചോദ്യം. നിങ്ങളുടെ ന്യായം അതല്ല. നിങ്ങളുടെ ന്യായം അതല്ല. ശരിയല്ലേ? നിങ്ങളുടെ ന്യായം ഈ വിഷയത്തിലാണെങ്കിലും സൂംബ ഡാൻസിലാണെങ്കിലും അതല്ല. അത് പൂർണ്ണമായും മതപരമാണ്. അങ്ങനെ മതപരമായിട്ട് നിങ്ങൾ വേണമെങ്കിൽ അനുവർത്തിച്ചോളൂ, നിങ്ങളുടെ സ്ഥാപനങ്ങളിൽ വെച്ചോളൂ. അതിനുള്ള അവകാശം നിങ്ങൾക്ക് ഈ നാട്ടിലെ ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുള്ള അവകാശങ്ങളും നിയമങ്ങളും ഉണ്ടാക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് അത് നൽകുന്നുണ്ട്. എല്ലാം കണ്ടല്ലോ നീ. ഇതൊക്കെ എവിടുത്തെ പ്രശ്നം? ഇതെന്ത് തരം രോഗം? ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് സത്യത്തിൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു വിവരവും ഇല്ല.